ഹലോ നമസ്കാരം, ഞാൻ സുനിൽ ഇടമുറി. ഇന്ന് ഈ വീഡിയോയിലൂടെ ഓട്ടോപോൾ ക്ലബിനെ കുറിച്ച് ചില ആളുകൾക്ക് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ലഘൂകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക, ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം. എല്ലാവർക്കും അറിയാം, 7 ക്ലബ്ബുകളാണ് ടോട്ടൽ ഉള്ളത്. ആദ്യത്തെ ക്ലബിന് പറയുന്നത് പ്രീമിയം ക്ലബ്ബ്. പ്രീമിയം ക്ലബ്ബിൽ മാത്രമാണ് നമ്മൾ പേയ്മെന്റ് കൊടുത്ത് ജോയിൻ ചെയ്യേണ്ടത്. പിന്നീടുള്ള 6 ക്ലബ്ബുകൾ മുഴുവൻ ഓട്ടോപോളിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ബ്രോൺസ് ക്ലബ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട് ആൻഡ് ക്രൗൺ ക്ലബ്ബുകൾ. ഇതിന്റെ എങ്ങനെയാണ് ഓട്ടോപോളിലൂടെ വരുമാനം ലഭിക്കുന്നത് എന്ന് നോക്കാം. പ്രീമിയം ക്ലബ്ബിൽ 120 പേരുടെ ടീം കംപ്ലീറ്റ് ആകുന്നവർ മാത്രമാണ് ബ്രോൺസ് ക്ലബ്ബിലേക്ക് പോകുന്നത്. അതായത് പ്യുവർ വർക്കിംഗ് ടീമാണത്. വർക്ക് ചെയ്ത് നമ്മൾ 120 പേരുടെ ടീം ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ബ്രോൺസ് ക്ലബ്ബിലേക്ക് എൻട്രി ആകും. ലെവലുകളെല്ലാം കംപ്ലീറ്റ് ആയി പോകണമെന്നില്ല. ഏതെങ്കിലും ഒരു ലെഗ് കുറച്ച് വീക്ക് ആണെങ്കിൽ പോലും ബാക്കിയുള്ള 2 ലെഗുകളാണ് നമ്മുടെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്ത് 120 ആയെങ്കിൽ പോലും നമുക്ക് 120 പേര് കംപ്ലീറ്റ് ആകുമ്പോൾ ബ്രോൺസ് ക്ലബ്ബിലേക്ക് എൻട്രി പോകാം. അപ്പൊ നമ്മൾ പ്രീമിയം ക്ലബ്ബിൽ മാത്രമാണ് പേയ്മെന്റ് കൊടുത്ത് ചെയ്യുന്നത്. പിന്നീട് ബ്രോൺസ് ക്ലബ്ബിലേക്ക് പ്യുവർ ഗ്ലോബൽ ഓട്ടോപൂൾ ആണ്. ഓരോ ക്ലബ്ബുകളിൽ കിട്ടുന്ന വരുമാനത്തെ കുറിച്ച് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. പ്രീമിയം ക്ലബ്ബിലെ 9 ലെവൽ കംപ്ലീറ്റ് ആകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് 14 ലക്ഷം. മുമ്പിലുള്ള എമൗണ്ടുകൾ മാത്രം പറയാണ്. ബ്രോൺസ് ക്ലബ്ബിലെ 9 ലെവൽ കംപ്ലീറ്റ് ആണെങ്കിൽ 29 ലക്ഷം. സിൽവർ ക്ലബ്ബിലെ 1,47 ലക്ഷം. ഗോൾഡ് ക്ലബ്ബിൽ 2,95 ലക്ഷം. പ്ലാറ്റിനം ക്ലബ്ബിൽ 5,90 ഡയമണ്ട് ക്ലബ്ബിൽ 14,76 ലക്ഷം. ക്രൗൺ ക്ലബ്ബിൽ 29,52 ലക്ഷം. ഇത് ഓരോ മാസവും ലഭിക്കുന്ന എമൗണ്ടുകളാണ്. കറക്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് കിട്ടുന്ന എമൗണ്ടുകളിൽ നിന്ന് മാത്രമാണ് ഓട്ടോപോളിയുടെ വരുമാനം ലഭിക്കുന്നത്. ഗ്ലോബൽ പൂളും പെയ്ഡ് ഓട്ടോപോളിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. പ്രീമിയം ക്ലബ്ബിലേക്ക് മാത്രമാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ട. 1000 രൂപ പ്ലസ് GST ആണ്. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അവിടെ 500 രൂപയാണ്. ഓരോ എന്റർപ്രണറിനും ലഭിക്കുന്നത് അവരുടെ ടീമിലെ വർക്ക് അനുസരിച്ച് 50 രൂപ വീതമാണ് മന്ത്ലി എന്റർപ്രണർ റിവാർഡ് ലഭിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന എമൗണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെയാണ്. ബ്രോൺസ് ക്ലബ്ബിലെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 1000 രൂപയാണ്. സിൽവർ ക്ലബ്ബിലെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ 5000 രൂപ. ഗോൾഡ് ക്ലബ്ബിലെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ 10000 രൂപ. പ്ലാറ്റിനം ക്ലബ്ബിലെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ 20000 രൂപ. ഡയമണ്ട് ക്ലബ്ബിലെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ 50000 രൂപ. ക്രൗൺ ക്ലബ്ബിലെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ 1 ലക്ഷം രൂപയാണ്. അപ്പൊ ഇവിടെ ലഭിക്കുന്ന എമൗണ്ടുകളും വളരെ വലിയ വലിയ എമൗണ്ടുകളാണ്. അപ്പൊ നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട, ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് കയ്യിൽ നിന്ന് 1 പൈസ പോലും കൊടുത്തല്ല ഈ സബ്സ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത്. നമുക്ക് ഗ്ലോബൽ ഓട്ടോപോളിലൂടെ നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ചെറിയൊരു തുക മാത്രമാണ് സബ്സ്ക്രിപ്ഷനായിട്ട് മാറ്റുന്നത്. പ്രീമിയം ക്ലബിനെ കുറിച്ച് പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ 500 രൂപ മന്ത്ലി സബ്സ്ക്രിപ്ഷന് വേണ്ടി ആദ്യമേ തന്നെ മാറ്റിവെക്കും. അത് അടുത്ത മാസം അത് ഡിസ്ട്രിബ്യൂഷൻ ആകും. 120 ടീം ആകുമ്പോൾ ബ്രോൺസ് ക്ലബിലേക്ക് പോകുന്നുണ്ട്. അതിൽ 1000 രൂപ. ഇവിടെ 120 പേരുടെ ടീം ആകുമ്പോൾ അവർക്ക് 50 രൂപ വീതം ലഭിക്കുമ്പോൾ 6000 രൂപയാണ് ലഭിക്കുന്നത്. അതിൽ 1000 രൂപ മാത്രം കൊടുത്താണ് ബ്രോൺസ് ക്ലബിലേക്ക് വൺ ടൈം എൻട്രി ആണ്. ഒരു പ്രാവശ്യം മാത്രം കൊടുത്താൽ മതി. പിന്നീട് വരുന്ന മാസങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഓട്ടോപോൾ വൺ ടൈം ആണ്. OT എഴുതിയിട്ടുണ്ട്, വൺ ടൈം ആണ്. ഇനി ഇവിടെ കിട്ടുന്ന എന്റർപ്രണർ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സിനെ കുറിച്ച് പറഞ്ഞു. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. സ്മാർട്ട് ഫോണും ഐഫോണും റോയൽ എൻഫീൽഡ് ബുള്ളറ്റുമാണ് അവിടെ ലഭിക്കുന്നത്. ബ്രോൺസ് ക്ലബിലെ എങ്ങനെയാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് 1200 രൂപ ലഭിക്കുന്ന സമയത്ത് 1000 രൂപ സബ്സ്ക്രിപ്ഷനിലേക്ക് മാറ്റും. അവിടെ ഓരോ വ്യക്തികളിലും നമുക്ക് ലഭിക്കുന്ന എത്രയാണ്? 100 രൂപ വീതമാണ് ബ്രോൺസ് ക്ലബില് നമ്മുടെ ടീം വളരുന്ന അനുസരിച്ച് ലഭിക്കുന്നത്. ടീം വളരുക എന്ന് പറയുന്നത് ഗ്ലോബൽ ഓട്ടോപോളിലൂടെ നമ്മുടെ ടീം വളരുകയാണ് ചെയ്യുന്നത്. അഡീഷണൽ ആയിട്ട് നമുക്ക് അവിടെ ഒരു വർക്കും ആവശ്യമില്ല. അവിടെയും 120 പേരുടെ ടീം കംപ്ലീറ്റ് ആകുമ്പോൾ അവർക്ക് കിട്ടുന്നത് 12000 രൂപയാണ്. അതിൽ 5000 രൂപ കൊടുത്ത് സിൽവർ ക്ലബിലേക്ക് ഓട്ടോപോളിലേക്ക് പോകാം. അതും ഒരു പ്രാവശ്യം മാത്രം കൊടുത്താൽ മതി. പിന്നെ ആ പൂളിൽ ചെന്നതിന് ശേഷം അവിടെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മാത്രമാണ് അവിടെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ടീമിൽ വരുന്ന എല്ലാവരും സബ്സ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും ആദ്യം ചെല്ലുന്നവർക്ക് ആദ്യം വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സിൽ ലാപ്ടോപ്പ്, ആക്ടിവ, ഓൾട്ട കാറുകളാണ്. ഇനിയും സിൽവർ ക്ലബില് നമുക്ക് 6000 രൂപ വരുമാനം എപ്പോഴാണോ ലഭിക്കുന്നത് ആ സമയത്ത് 5000 രൂപ മന്ത്ലി സബ്സ്ക്രിപ്ഷന് വേണ്ടി മാറ്റിവെക്കും. ബാക്കി വരുന്ന എമൗണ്ട് ആയിരിക്കും അവർക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നത്. അതേ ക്ലബിൽ തന്നെ സിൽവർ ക്ലബില് 120 പേരുടെ ടീം ആകുമ്പോൾ, അത് ഗ്ലോബൽ ഓട്ടോപോളിലൂടെ ഓരോന്നും കംപ്ലീറ്റ് ആയി വരുന്നവർ 60000 രൂപ ലഭിക്കുന്ന സമയത്ത് അതിൽ 10000 രൂപ കൊടുത്ത് ഗോൾഡ് ക്ലബിലേക്ക് ഓട്ടോപോളിലേക്ക് പോകാൻ പറ്റും. എന്റർപ്രണർ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് എന്ന് പറയുന്നത് മാരുതി വാഗണാർ, ഹെക്ടർ,
അതുപോലെ തന്നെ 2 BHK ഫ്ലാറ്റ്. ഇനിയും ഗോൾഡ് ക്ലബിലെ 12,000 രൂപ വരുമാനം ലഭിക്കുന്ന സമയത്ത് 10,000 രൂപ അതിനകത്ത് സബ്സ്ക്രിപ്ഷന് വേണ്ടി മാറ്റും. പിന്നീട് നമ്മുടെ ടീം വളരുന്ന അനുസരിച്ച് അത് 120 പേരുടെ ടീം ആകുമ്പോൾ 1,20,000 ആണ് ലഭിക്കുന്നത്. അതിൽ 20,000 കൊടുത്ത് നമ്മൾ പ്ലാറ്റിനം ഓട്ടോപൂളിലേക്കും നമുക്ക് കയറിപ്പോ. ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് എന്ന് പറയുന്നത് ഹുണ്ടായി വെന്യൂ, മഹേന്ദ്ര സ്കോർപിയോ, 3 BHK, ഇനിയും പ്ലാറ്റിനം ക്ലബിൽ നമുക്ക് 24,000 രൂപ വരുമാനം ലഭിക്കുമ്പോൾ അതിൽ 20,000 രൂപ മന്ത്ലി സബ്സ്ക്രിപ്ഷന് വേണ്ടി മാറ്റും. അവിടെയും 120 പേരുടെ ടീം കംപ്ലീറ്റ് ആകുമ്പോൾ 2,40,000 രൂപയാണ് ലഭിക്കുന്നത്. അതായത് ഓരോ വ്യക്തികളിൽ നിന്നും ഇവിടെ 2,000 രൂപ വീതമാണ് ലഭിക്കുന്നത്. അപ്പൊ 120 പേരുടെ ടീം ആകുമ്പോൾ 2,40,000 രൂപയാകുന്നുണ്ട്. ആ സമയത്ത് ഡയമണ്ട് ക്ലബിലേക്ക് നമുക്ക് ഓട്ടോപൂളിലേക്ക് പോകാം. 50,000 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് ഓട്ടോപൂളിലേക്ക് പോകുന്നത്. പ്ലാറ്റിനം ക്ലബിലെ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് എന്ന് പറയുന്നത് ഹുണ്ടായി ക്രീറ്റ, ടൊയോട്ട ഫോർച്യൂണർ, 3 BHK വില്ലയാണ്. ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്നത് അവിടെയും നമുക്ക് എന്നാണോ 60,000 രൂപ വരുമാനം ലഭിക്കുന്നത് ആ സമയത്ത് അതിൽ 50,000 രൂപ സബ്സ്ക്രിപ്ഷന് വേണ്ടി മാറ്റും, മന്ത്ലി സബ്സ്ക്രിപ്ഷൻ. അവിടെയും 120 ടീം ആകുമ്പോൾ 6 ലക്ഷം രൂപയാണ് അവിടെ വരുമാനം ലഭിക്കുന്നത്. 6 ലക്ഷത്തിൽ 1 ലക്ഷം രൂപ കൊടുത്ത് ക്രൗൺ എന്ന ടോപ്പ് ഹയസ്റ്റ് ക്ലബിലേക്ക് എൻട്രി വെക്കും. 1 ടൈം മാത്രമാണ് അവിടെയും പോകുന്നത്. അതിനുശേഷം അവിടെ നമുക്ക് ലഭിക്കുന്ന സമയത്താണ് അവിടെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. ഈ ഡയമണ്ട് ക്ലബിലെ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ BMW X1, വോൾവോ കാർ, 4 BHK ലക്ഷറി വില്ല. ക്രൗൺ ക്ലബ്ബ് എന്ന ഫൈനൽ ക്ലബ്ബാണ്. ഫൈനൽ ക്ലബിലും നമുക്ക് 1,20,000 രൂപ ലഭിക്കുമ്പോൾ 1 ലക്ഷം രൂപ സബ്സ്ക്രിപ്ഷന് വേണ്ടി മാറ്റുന്നുണ്ട്. ഇവിടെ നമ്മുടെ ടീമിലേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് 120 ഇടാണ്ട ഒരു കണ്ടീഷനും ഇല്ല. അവിടെ കണ്ടിന്യൂ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ മുകളിലുള്ള ആളുകൾക്കാണ് അതിന്റെ ബെനിഫിറ്റ്. അതായത് 1,20,000 രൂപ ലഭിക്കുമ്പോൾ 1 ലക്ഷം രൂപ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഓരോ വ്യക്തികളിൽ നിന്ന് 10,000 രൂപ വീതമാണ് ലഭിക്കുന്നത്. ക്രൗൺ ക്ലബിൽ നമ്മുടെ ടീമിൽ 12 പേരായിട്ടുണ്ടെങ്കിൽ നമുക്ക് 1,20,000 ലഭിക്കും. അതിൽ 1 ലക്ഷം രൂപ സബ്സ്ക്രിപ്ഷന് പോകും. പിന്നീട് നമ്മുടെ ടീമിൽ ആളുകൾ വളരുന്ന അനുസരിച്ച് നമുക്ക് ഓരോ വരുമാനങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓരോ മെമ്പർ അവിടെ വരുമ്പോഴും 10,000 രൂപ വീതമാണ് നമുക്ക് ഓരോ വ്യക്തികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. 9 ലെവൽ അവിടെ കംപ്ലീറ്റ് ആകുന്നുണ്ടെങ്കിൽ 29,52 ലക്ഷം രൂപ ലഭിക്കുന്നുണ്ട്. ഇവിടെ ഈ സബ്സ്ക്രിപ്ഷൻ എല്ലാ മാസവും ഉള്ളത് കൊണ്ട് ആദ്യം ചെല്ലുന്നവർക്ക് ആദ്യം വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. എല്ലാ ക്ലബുകളിലും ഓട്ടോപൂളിലൂടെ ആദ്യം ചെല്ലുന്നവർക്ക് ആദ്യം ലഭിക്കും. പിന്നീട് ചെല്ലുന്നവർക്ക് അതിന്റെ എത്രമാത്രം ആളുകളാണ് ഓട്ടോപൂളിലേക്ക് വരുന്നത് അതിന്റെ അനുസരിച്ച് ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ കഴിയുന്നതും വേഗം നമ്മൾ ഓട്ടോപൂളിലേക്ക് പോകാനാണ് ശ്രമിക്കേണ്ടത്. ഇവിടുത്തെ ക്രൗൺ ക്ലബിലെ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് എന്ന് പറയുന്നത് ബെൻസ് കാറുണ്ട്, Audi Q8 ഉണ്ട്, 5 BHK ലക്ഷറി വില്ലയുണ്ട്. ഇവിടെ ഓട്ടോപൂളിലേക്ക് പോകേണ്ട ഒരു കണ്ടീഷനും പെയ്ഡ് ഓട്ടോപൂൾ ഉണ്ട്. അപ്പൊ അതിന്റെ കണ്ടീഷനോട് നമ്മളൊന്ന് മനസ്സിലാക്കുക. പ്രീമിയം ക്ലബിൽ മാത്രമാണ് നമ്മൾ പേയ്മെന്റ് കൊടുത്ത് നമ്മുടെ നെറ്റ്വർക്ക് വളർത്തേണ്ടത് എന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. പ്രീമിയം ക്ലബ്ബ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. എത്രയും വേഗം 120 പേരുടെ ടീം കംപ്ലീറ്റ് ആകാൻ ശ്രമിക്കുക. നമുക്ക് ബ്രോൺസ് ക്ലബിലേക്ക് എൻട്രി ലഭിക്കും. ബ്രോൺസ് ക്ലബ്ബ് എന്ന് പറയുന്ന പ്യുവർ ഗ്ലോബൽ പൂളാണ്. ഇവിടെ ഒരു പേയ്മെന്റ് കൊടുത്ത് ബ്രോൺസ് ക്ലബിലേക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് സിൽവർ ക്ലബിലേക്ക് പേയ്മെന്റ് കൊടുത്ത് കയറി പോകാൻ പറ്റും. കണ്ടീഷൻ അവിടെ വെച്ചിരിക്കുന്നത് പ്രീമിയം ക്ലബിൽ 50,000 രൂപ മന്ത്ലി വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ 1 ടൈം 5,000 രൂപ കൊടുത്ത് സിൽവറിലേക്ക് കയറി പോകാം. പ്രീമിയം ക്ലബിൽ നമുക്ക് 1 ലക്ഷം രൂപയാണ് മന്ത്ലി വരുമാനം ലഭിക്കുന്നതെങ്കിൽ ഗോൾഡ് ക്ലബിലേക്ക് 10,000 രൂപ കൊടുത്ത് പേയ്മെന്റ് കൊടുത്ത് ഓട്ടോപൂളിലേക്ക് പോകാം. പ്രീമിയം ക്ലബിൽ 1,50,000 രൂപയാണ് മന്ത്ലി വരുമാനമെങ്കിൽ പ്ലാറ്റിനം ക്ലബിലേക്ക് നമുക്ക് പേയ്മെന്റ് കൊടുത്തു പോകാം. 20,000 രൂപയാണ് അവിടെ സബ്സ്ക്രിപ്ഷൻ. പ്രീമിയം ക്ലബിൽ 2 ലക്ഷം രൂപയാണ് മാസ വരുമാനമെങ്കിൽ ഡയമണ്ട് ക്ലബിലേക്ക് 50,000 രൂപ സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് ആദ്യമേ വേണമെങ്കിൽ നമുക്ക് പൊസിഷൻ എടുക്കാം. പ്രീമിയം ക്ലബിൽ 2.5 ലക്ഷം രൂപയാണ് പ്രതിമാസ വരുമാനം എങ്കിൽ, അതായത് അവരുടെ ടീമിൽ 5,000 പേര് വന്നിട്ടുണ്ടെങ്കിലാണ് അവർക്ക് 2.5 ലക്ഷം രൂപ പ്രതിമാസം ലഭിക്കുന്നത്. ഇത് വളരെ ഈസിയാണ്, എല്ലാവർക്കും പെട്ടെന്നാകും. അപ്പൊ ക്രൗൺ ക്ലബിലേക്ക് നമുക്ക് ഓട്ടോപൂളിലേക്ക് പോയിരിക്കാം. അവിടെ 1 ലക്ഷം രൂപ സബ്സ്ക്രിപ്ഷൻ കൊടുത്തു വേണം പോകാനായിട്ട്. 2.5 ലക്ഷം കിട്ടുമ്പോൾ 1 ലക്ഷം രൂപ കൊടുത്ത് ആവശ്യമുണ്ടെങ്കിൽ, ഓപ്ഷനാണത്, ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ പോകാം. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്? പ്രീമിയം ക്ലബിലാണ്. ആദ്യം പറഞ്ഞ രീതിയിൽ ഓരോ ക്ലബിലും അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മാത്രമാണ് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. ആ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് താഴെ ടീം വളരുമ്പോൾ നമുക്ക് സബ്സ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള സഫീഷ്യന്റ് എമൗണ്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആർക്കും അവിടെ ഒരു ടെൻഷനേ വരുന്നില്ല. ഇവിടെ നമുക്ക് പ്രീമിയം ക്ലബിൽ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. മാക്സിമം ആളുകളെ പ്രീമിയം ക്ലബിൽ കൊണ്ടുവരിക. ഇവിടെ വരുന്ന ആളുകൾ എല്ലാവരും 120 പേരുടെ ടീം കംപ്ലീറ്റ് ആയി ഓട്ടോപൂളിലേക്ക് വരും. അപ്പോൾ ആദ്യം ചെല്ലുന്നവർക്ക് ആദ്യം വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നീട് വരുന്നവർക്ക് അതിന്റെ അനുസരിച്ച് ആളുകൾ എത്രമാത്രമാണ് ഓട്ടോപൂളിലേക്ക് വരുന്നത്, എത്രമാത്രം പ്രീമിയം ക്ലബിൽ ആളുകൾ വളരുന്നുണ്ട്. നമ്മുടെ ടീം എന്നല്ല,
ഓൾ ഓവർ വേൾഡിൽ നടക്കുന്ന പ്രീമിയം ക്ലബിലെ മെമ്പേഴ്സ് 120 ടീം ആകുമ്പോൾ ഓട്ടോ പൂളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ക്ലബുകളിലും സബ്സ്ക്രിപ്ഷൻ ഉള്ളതുകൊണ്ട് എല്ലാ ക്ലബുകളിലും പറഞ്ഞിരിക്കുന്ന എമൗണ്ടുകൾ ഓരോ മാസവും ലഭിക്കുന്നതാണ്. വളരെ വലിയ ഇൻകമാണ്. അപ്പം നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് ഓട്ടോ പൂളിലേക്ക് പോകാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. 120 ടീം കംപ്ലീറ്റ് ആകുക, ബ്രോൺസ് ക്ലബിലേക്ക് പോവുക. അതിനുശേഷം കംപ്ലീറ്റ് അവിടുന്ന് നോർമൽ ഓട്ടോ പൂളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് പിന്നീട് യാതൊരു ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. ഓരോ പൂളുകളിൽ നമ്മൾ കയറി പോകുമ്പോഴും പ്രീമിയം ക്ലബിലുള്ള എമൗണ്ടും കിട്ടും, ബ്രോൺസിലുള്ള എമൗണ്ട് കിട്ടിക്കൊണ്ടേയിരിക്കും, സിൽവറിലുള്ള എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും, ഗോൾഡിലും പ്ലാറ്റിനത്തിലും ഡയമണ്ടിലും ക്രൗണിലുമുള്ള എല്ലാ ക്ലബുകളിലെയും വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. ഒന്നും അവിടെ നിലയ്ക്കുന്നില്ല. വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.